അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഇലാഹുകും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, നാട്ടുകാർ, സട്ടാവും സംരക്ഷകനുമായ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന ശ്രദ്ധേയമായ ഈ മഹാപ്രസ്ഥാനം നിരന്തരമായി മലയാള മണ്ണിൽ ആദർശ പ്രബോധന വീതിയിൽ സജീവമാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള നന്മയിലേക്ക് മലയാളി പൊതുസമൂഹത്തെ നിരന്തരം ക്ഷണിക്കുകയും സമൂഹത്തെ ബാധിക്കുന്ന തിന്മകളെക്കുറിച്ച് നിരന്തരം ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു മഹാപ്രസ്ഥാനം. ഇന്ത്യയുടെ സ്വതന്ത്ര സമര വീതിയിൽ നാടിൻ്റെ മുന്നിൽ നിന്ന് നയിച്ച ഒരു മഹാപ്രസ്ഥാനം. സമൂഹത്തെ ഗ്രസിക്കുന്ന തിന്മകളെക്കുറിച്ച് നിരന്തരം ബോധവൽക്കരിച്ച് യുവാക്കളെയും കൗമാരക്കാരെയും എന്ന് തുടങ്ങി മുഴുവൻ സഹോദരങ്ങളെയും നന്മയുടെ വഴിയിലേക്ക് നിരന്തരം ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം. ഈ മഹാപ്രസ്ഥാനം ഊന്നൽ നൽകുന്നത് ശുദ്ധ ഏകദൈവാരാധനയെ കുറിച്ചാണ്. എന്തിനേറെ നമുക്ക് ചുറ്റുമുള്ള മലയും മരങ്ങളും പക്ഷികളും എന്നു തുടങ്ങി നിസാരമെന്ന് നമ്മൾ കരുതുന്ന ഉറുമ്പിനെ കുറിച്ച്, തേനീച്ചയെക്കുറിച്ച് എന്നു തുടങ്ങി ലോകത്തെ ഏതൊരു ജീവവർഗ വസ്തുക്കളെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണവും പഠനവും നമ്മെ എത്തിക്കുന്നത് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന പച്ച പരമ യാഥാർത്ഥ്യത്തിലേക്കാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സട്ടാവിനെ അറിയുവാനുള്ള, സൃഷ്ടിപരമായി നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കുവാനുള്ള മനസ്സും സന്നദ്ധതയും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് നിരന്തരമായി നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ നിരവധി അനവധി ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നതായി കാണാം. പ്രഭ ചൊരിയുന്ന ചന്ദ്രനെയും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും ജ്വലിക്കുന്ന സൂര്യനെയും എന്ന് തുടങ്ങി ലോകത്തെ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള കോടാനുകോടി ജന്തുജീവവർഗങ്ങൾ, അവയെല്ലാം ഒരേ സ്വരത്തിൽ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു വർത്തമാനമുണ്ട്, ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അവയുടെ അന്വേഷണങ്ങൾ വളരെ നിഷ്പക്ഷമായി, വളരെ വിനയാന്വിതമായ മനസ്സുമായി നമ്മുടെ ബുദ്ധിയെ, ചിന്തയെ, സൃഷ്ടിപരമായ നമ്മുടെ കഴിവിനെ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ സ്വാഭാവികമായ ഒരു അന്വേഷിയുടെ, ഒരു സത്യാന്വേഷിയുടെ, ഒരു വിജ്ഞാന കുതികയുടെ പ്രതികരണമായി ഖുർആൻ പറഞ്ഞത്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ. ലോകങ്ങളുടെ സട്ടാവേ, ഞങ്ങളുടെ നാഥ, ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും വെറുതെ കളിതമാശയായി നീ സൃഷ്ടിച്ചതല്ല, ലോകത്തെ സർവവും അത്ഭുതകരമായി സൃഷ്ടിച്ചു വാർത്തെടുത്തവനാണ് നീ എന്നുള്ള നിഷ്കളങ്കമായ തുറന്ന ഹൃദയവുമായ പ്രതികരണമായിരിക്കണം ഏതൊരു ബുദ്ധിജീവിയുടെയും, ഏതൊരു സത്യാന്വേഷിയുടെയും, ഏതൊരു വിജ്ഞാന കുതുകിയുടെയും എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിടുകയാണ്. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എന്ന നിഷ്കളങ്കമായ തേട്ടം ഏതൊരു സത്യാന്വേഷിയുടെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ചിന്തയായി വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാനവരാശിയുടെ തുടക്കം മുതൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരേക്കുമുള്ള മുഴുവൻ പ്രവാചകന്മാരും നിരന്തരം ആവർത്തിച്ച് ലോകത്തെ പഠിപ്പിച്ചത് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന പച്ച പരമ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ നിരന്തരം ഇക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. വഇലാഹുകും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ്, ഹുവർ റഹ്മാനുർ റഹീം, അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ് എന്നാണ് ലോകങ്ങളുടെ സട്ടാവിനെ, ലോകങ്ങളുടെ നാഥൻ പരിചയപ്പെടുത്തുന്നത്. ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ ഏകനാണെന്നും അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ് എന്ന യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് ജനഹൃദയങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ ഈ മഹിതമായ ആശയത്തിന്റെ മർമ്മത്തെ
ആത്മാവിനെ തൊട്ടറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള കഴിഞ്ഞുപോയ മുൻ പ്രവാചകന്മാരേവരും നിരന്തരം ജനങ്ങളെ പഠിപ്പിച്ചതും ഈ മഹിതമായ ആശയത്തെക്കുറിച്ചാണ്, ഈ മഹിതമായ ആദർശത്തെക്കുറിച്ചാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നീണ്ട 950 വർഷത്തെ പ്രബോധന വീതിയിൽ നിറസാന്നിധ്യമായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഇന്നഹു കാന അബ്ദൻ ശകൂറ, നന്ദിയുള്ള അടിമയാണ് നൂഹി എന്ന. നന്ദിയുള്ള അടിമ, സട്ടാവിന്റെ കൽപ്പനകൾക്ക് വിധേയമായ ഒരു മാതൃകാ പ്രവാചകൻ. നീണ്ട വർഷങ്ങൾ തൗഹീദി ആദർശ പ്രബോധന വീതിയിൽ ജ്വലിച്ചു നിന്ന ഒരു വല്ലാത്ത വ്യക്തിത്വം. അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്, അദ്ദേഹം തന്റെ പ്രബോധിത സമൂഹത്തോട് നിരന്തരം ആവർത്തിച്ചത്, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലോ എന്റെ സമൂഹമേ, നിങ്ങൾ ഏകനായ ഉടയവനെ മാത്രം ആരാധിക്കൂ, ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കൂ, അവനല്ലാതെ മറ്റൊരു ആരാധ്യം നിങ്ങൾക്കില്ല എന്ന വസ്തുതയെ, യാഥാർത്ഥ്യത്തെ തന്റെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുകയായിരുന്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇവിടെ സട്ടാവ് എന്നതുകൊണ്ടുള്ള വിവക്ഷ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ സട്ടാവല്ല, മറിച്ച് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും എന്ന് തുടങ്ങി സിഖുകാരന്റെയും ജൈനന്റെയും ബൗദ്ധന്റെയും പാഴ്സിയുടെയും തുടങ്ങി അങ്ങകല അമേരിക്കക്കാരന്റെയും സൗത്ത് ആഫ്രിക്കക്കാരന്റെയും നേപ്പാളിയുടെയും എന്ന് തുടങ്ങി ഇന്ത്യക്കാരന്റെയും എന്ന് തുടങ്ങി ലോകത്തെ 850 കോടി മനുഷ്യർ, 850 കോടിയിലധികം വരുന്ന ജനസമൂഹത്തിന്റെ സട്ടാവ്, നമുക്ക് മുമ്പേ ഈ ലോകത്തിന്റെ വിവിധ കോണുകളിൽ കടന്നുപോയ കോടാനുകോടി മനുഷ്യരുടെ സട്ടാവ്, നമുക്ക് ചുറ്റും പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവ് റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ അവൻ ഏകനാണ് എന്നും അവനെ മാത്രം ആരാധിക്കണമെന്നുമാണ് എല്ലാ പ്രവാചകന്മാരും നിരന്തരം ജനങ്ങളെ ബോധവൽക്കരിച്ചത്. വിശുദ്ധ ഖുർആനിലെ സൂറ അറാഫിലെ 59-ാമത്തെ ആയത്തിലാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ തൗഹീദി പ്രബോധന പ്രഖ്യാപനത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതേ സൂറത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ സൂറ ശുഅറായിൽ 78 മുതൽ 82 വരെയുള്ള ആയത്തുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏകനായ സട്ടാവിനെ പരിചയപ്പെടുത്തുന്ന, അവന്റെ സവിശേഷതകളെ പരിചയപ്പെടുത്തുന്ന ശ്രദ്ധേയമായ ചില വരികളുണ്ട്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് നേരായ വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകിക്കൊണ്ടിരിക്കുന്നവൻ, വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എന്നെ കുടിപ്പിക്കുന്നവൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ ശിഫ നൽകാൻ കൽപ്പുള്ളവൻ, കഴിവുള്ളവൻ, വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ ജീവിപ്പിക്കുകയും എന്നെ മരിപ്പിക്കാനും കഴിവുള്ളവൻ, ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ. അങ്ങനെ തുടങ്ങി ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകനായ സട്ടാവിലേക്ക് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയും വിരൽ ചൂണ്ടിയത്. നമ്മെ സൃഷ്ടിച്ചവൻ, നമുക്ക് നേരായ വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകിക്കൊണ്ടിരിക്കുന്നവൻ, നമുക്ക് കുടിനീര് നൽകുന്നവൻ, നമുക്ക് ഭക്ഷണം നൽകുന്നവൻ, നമുക്ക് കൃത്യമായ വഴി വെളിച്ചം നൽകുന്നവൻ, നമ്മെ ജനിപ്പിച്ചവൻ, ജീവിക്കുവാനുള്ള ചുറ്റുപാടുകളും സാധ്യതകളും സാഹചര്യങ്ങളും നമുക്കായി ഒരുക്കി തന്നവൻ, നമ്മെ മരിപ്പിക്കാൻ കൽപ്പുള്ളവൻ, നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കൽപ്പുള്ളവൻ, നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾക്ക് അല്ലെങ്കിൽ പാപങ്ങളെ പുറത്തു തരാൻ കൽപ്പുള്ള ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, ഖാലിഖും ഗഫൂറും റഹീമുമായ റാസിഖുമായ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടയവനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തുന്നത് എന്ന് തുടങ്ങി എല്ലാ പ്രവാചകന്മാരും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത അധ്യായങ്ങളിൽ വ്യത്യസ്ത സൂറകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. റബ്ബന ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന ഒരു വല്ലാത്ത ഉത്തരം ഫിർഔനിന്റെ ചോദ്യത്തിന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്നുണ്ട്. 20-ാം അധ്യായം സൂറ താഹയിലെ 50-ാമത്തെ ആയത്താണിത്. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, മൂസ നീയും നിന്റെ ഹാറൂനും നിരന്തരം ആവർത്തിക്കുന്ന, നിരന്തരം പ്രഖ്യാപിക്കുന്ന, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന റബ്ബാരാണ്. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, പറയൂ നിങ്ങൾ ആരാണ് സട്ടാവ്, ആരാണ് ഉടയവൻ എന്ന ചോദ്യത്തിന് ഒരൊന്നൊന്നര മറുപടി. അതെ, കിട്ടിലൻ മറുപടിയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഉത്തരം. ആ ഉത്തരം സ്പർശിക്കാത്ത ഏത് മേഖലയാണുള്ളത്? ആ ഉത്തരം ഉൾക്കൊള്ളാത്ത ഏത് തലമാണുള്ളത്? അത്ഭുതകരമാണ് ഈ ഉത്തരം. ഒരൊറ്റ ഉത്തരത്തിൽ, ഒരൊറ്റ വർത്തമാനത്തിൽ അതിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന അത്യത്ഭുതകരമായ ഒരു ഉത്തരമാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്നത്. റബ്ബുന ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ,
ലോകത്തെ സർവ്വതിനെയും സൃഷ്ടിക്കുകയും അവക്ക് അവയുടേതായ മാർഗദർശനം നൽകുകയും അവക്ക് മുന്നോട്ട് പോകാനുള്ള വഴിവെളിച്ചം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് സട്ടാവ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് സട്ടാവ്, റബ്ബ് എന്ന് പരിചയപ്പെടുത്തുകയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിയ ഏകനായ സട്ടാവിലേക്ക് തിരിച്ചു വരാൻ, ഏകനായ സട്ടാവിനെ അവന്റെ മുന്നിൽ വിധേയമാകാൻ, അവന്റെ ആരാധ്യത അംഗീകരിക്കുവാനുള്ള മനസ്സും പക്വതയും നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് ചുരുക്കം. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ, അദ്ദേഹത്തിന്റെ ആദർശ പോരാട്ടങ്ങളെ വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തുന്നിടത്ത് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് ആവർത്തിച്ചു പറഞ്ഞത് വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂ ഹാദാ സിറാത്തുൽ മുസ്തഖീം. എന്റെയും നിങ്ങളുടെയും സട്ടാവ് ഏകനായ സട്ടാവാണ്. ഹാദാ സിറാത്തുൽ മുസ്തഖീം. ഇതാണ് നിത്യജീവനിലേക്കുള്ള വഴിമാർഗം, ഇതാണ് മോക്ഷത്തിലേക്കുള്ള വഴിമാർഗം, ഇതാണ് സ്വർഗപ്രവേശത്തേക്കുള്ള വഴിമാർഗം, ഇതാണ് ശരിയായ ചൊവ്വായ വഴിമാർഗമെന്ന് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയെ നിരന്തരം ബോധവൽക്കരിക്കുന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആന്റെ വരികളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയതും ഈ മഹാപ്രപഞ്ചത്തിന്റെ ഏകനായ സട്ടാവിനെ അറിയണമെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നുമാണ്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ശേഷം കടന്നു വന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ വിശുദ്ധ ഖുർആൻ അക്കമുട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിരന്തരം തൗഹീദ് തന്റെ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുകയായിരുന്നില്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന അടിവരയിടുകയാണ് തൗഹീദി വെളിച്ചത്തെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ സട്ടാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ. അതാണ് ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ക്രമീകരിക്കാൻ, പരിവർത്തിപ്പിക്കാൻ, വിമലീകരിക്കാൻ ഏക വഴിമാർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജനതയെ ബോധവൽക്കരിക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. ഇങ്ങനെ തുടങ്ങി ഏതേത് പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയാകട്ടെ, ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയാകട്ടെ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയാകട്ടെ, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയാകട്ടെ, സൂറ അറാഫിൽ ഈ പ്രവാചകന്മാരുടെ പ്രബോധന ആദർശ പോരാട്ടങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്തെല്ലാം ഖുർആൻ ആവർത്തിച്ചത് യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലയോ സമൂഹമേ, നിങ്ങൾ ഏകനായ ഉടയവനെ, സട്ടാവിനെ മാത്രം ആരാധിക്കൂ, അവനല്ലാതെ മറ്റൊരു ആരാധ്യം നിങ്ങൾക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് കഴിഞ്ഞുപോയ മുൻഗാമികളായ ഓരോ പ്രവാചകന്മാരുമെന്ന് നമ്മൾ ആഴത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള സട്ടാവിനെ എങ്ങനെയാണ് നമുക്ക് നിഷേധിച്ച് തള്ളാനാവുക? ഈ മഹാപ്രപഞ്ചത്തിന് ഒരു സട്ടാവുണ്ട് എന്ന പരമയാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാനാവുക? എന്നിട്ട് പോലും ദൈവത്തിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്നവർ, ദൈവം തമ്പുരാന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, ഈ ലോകത്തിനൊരു സട്ടാവില്ല എന്ന് മുറവിളി കൂട്ടുന്ന ആളുകൾ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിന്റെ തെരുവുകളിൽ അണിഞ്ഞ വസ്ത്രങ്ങൾ പോലും കീറി വലിച്ചെറിഞ്ഞ് ഭ്രാന്തന്മാരെ പോലെ ചില ആളുകൾ ഓടി നടന്നിരുന്നു. അവർ ലോകത്തോട് പറഞ്ഞത്, ലോകത്തെ നിയന്ത്രിക്കാൻ ഒരു ശക്തി ഉണ്ടെങ്കിൽ, ആ ശക്തിക്ക് ദൈവം എന്നാണ് പേരെങ്കിൽ, ആ ദൈവത്തെ ഞങ്ങൾ ഇതാ കൊന്നിരിക്കുന്നു. ഗോഡ് ഈസ് ഡെഡ്. ദൈവം മരിച്ചു പോയിരിക്കുന്നു. ദൈവമില്ല എന്ന മുറവിളി കൂട്ടിക്കൊണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന ചില താത്വികാചാര്യന്മാർ അലമുറയിട്ട് നിലവിളിച്ച് യൂറോപ്പിന്റെ തെരുവുകളിൽ പൂർണ്ണനഗ്നരായി വിളിച്ചുകൂവി നടന്നത്. ഭ്രാന്തന്മാരെ പോലെ അവരാവർത്തിച്ചത് ദൈവത്തെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. പിന്നെയും അവരാവർത്തിച്ചത്, അതെ, ഞങ്ങളെ പേടിച്ച് ദൈവം അഭയം തേടിയാൽ, ദൈവം അത്യുന്നതമായ സ്വർഗലോകത്ത് അഭയം തേടിയാൽ, ആ അത്യുന്നതമായ സ്വർഗലോകത്തേക്ക് കടന്നു ചെന്ന് ഞങ്ങൾ എന്നേക്കുമായി ദൈവത്തെ കൊല്ലും എന്ന് പറയുവാൻ മാത്രം ധിക്കാരികളും ദാർഢ്യം കാണിച്ച ആളുകളുമായിരുന്നു ഇവരൊക്കെ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സട്ടാവും സംരക്ഷകനുമായ ഉടയവൻ തന്ന നാവുകൊണ്ട്, അവൻ കനിഞ്ഞു നൽകിയ ആ സവിശേഷതകൾ കൊണ്ട്, അവൻ അത്ഭുതകരമായി വാർത്തെടുത്ത മസ്തിഷ്കം ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ അർത്ഥത്തിലും കുടിക്കാനും ഭക്ഷിക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം ലഭിച്ചിട്ട് പോലും ഈ നൽകിയവന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന ദാർഢ്യത്തിന്റെ, ധിക്കാരത്തിന്റെ നിലപാടുകളാണ് പലപ്പോഴും ഇവരൊക്കെ സ്വീകരിച്ചത്. നിങ്ങൾ നോക്കി, എത്രയെത്ര ആളുകൾ ദൈവനിഷേധത്തിന്റെ വികലവികൃത ചിന്തകൾ ലോകത്ത് ആവർത്തിക്കുകയാണ്. ഇന്നും അവരുടെ പിൻഗാമികൾ ഇന്നും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ദൈവം തമ്പുരാന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്നത് ഒരു ഹരമായി, ആവേശമായി കൊണ്ട് നടക്കുന്നവരോട് വിശുദ്ധ ഖുർആൻ പറയുക,
സട്ടാവായ ഉടയവൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉൾക്കാഴ്ചയില്ലേ? നിങ്ങൾ എന്താണ് കണ്ടു മനസ്സിലാക്കാത്തത്? നിങ്ങൾ എന്താണ് കാര്യങ്ങൾ ഗ്രഹിക്കാത്തത്? നിങ്ങളെക്കുറിച്ചൊന്ന് പഠന വിധേയമാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണിനെ കുറിച്ച്, നിങ്ങളുടെ നാക്കിനെ കുറിച്ച്, നിങ്ങളുടെ മൂക്കിനെ കുറിച്ച്, നിങ്ങളുടെ കാതുകളെ കുറിച്ച്, നിങ്ങളുടെ ശരീരത്തിലെ DNA കുറിച്ച്, കോശങ്ങളെ കുറിച്ച്, നിങ്ങളുടെ മസ്തിഷ്കത്തെ കുറിച്ച്, നിങ്ങളുടെ ചിന്താശേഷിയെ കുറിച്ച് എന്ന് തുടങ്ങി മനുഷ്യ ശരീരത്തിലെ ആന്തരാവയവങ്ങളെ കുറിച്ച്, മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കുറിച്ച്, എന്തിനേറെ മനുഷ്യന്റെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തു വരുന്ന വിയർപ്പ് കണങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉതിർന്നു വരുന്ന വിയർപ്പ് കണങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ഉമിനീർ കണങ്ങളെ കുറിച്ച് പഠന വിധേയമാക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ദൈവം തമ്പുരാന്റെ സട്ടാവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ച് തള്ളാനാവുക, വെല്ലുവിളിക്കാനാവുക? ശരാശരി ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്റെ നാവിൽ, വായയിൽ ഒരു ദിവസം 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ്. ഈ ഒരു സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, നമുക്ക് രുചി അറിയില്ല, മധുരം അറിയില്ല, കയ്പറിയില്ല, ചവർപ്പറിയില്ല, എരിവറിയില്ല, പുളി അറിയില്ല, ഒന്നും അറിയില്ല. സംസാരിക്കാൻ പോലും കഴിയാതെ തളർന്നു പോകും നമ്മൾ, തകർന്നു പോകും നമ്മൾ. കേവലം നമ്മൾ നിസാരമെന്ന് തുപ്പിക്കളയുന്ന നമ്മുടെ നാവിലെ തുപ്പൽ പോലും ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് നമ്മോട് ആവർത്തിക്കുമ്പോൾ എങ്ങനെ ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിന്റെ അസ്തിത്വത്തെ നമുക്ക് നിഷേധിച്ചു തള്ളാനാവുക, വെല്ലുവിളിക്കാനാവുക? നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വിയർപ്പ് കണങ്ങളെ കുറിച്ചുള്ള പഠനം പോലും ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് വിയർപ്പ് കണങ്ങൾ വരെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണും അത് ആവർത്തിക്കുകയല്ലേ, നമ്മുടെ കാതുകൾ അത് ആവർത്തിക്കുകയല്ലേ? നമുക്ക് കാതുകളില്ലെങ്കിൽ, നമുക്ക് കർണപുടങ്ങളില്ലെങ്കിൽ നമുക്കൊന്ന് നിൽക്കാൻ കഴിയോ? എന്നിട്ടല്ലേ നടക്കാൻ? നമുക്കൊന്ന് നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ബോഡി ബാലൻസിങ് എന്ന വലിയ ദൗത്യം നിർവഹിക്കുന്ന, ഒരു വലിയ ധർമ്മം നിർവഹിക്കുന്ന നമ്മുടെ കാതില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല. അടിതെറ്റി വീഴും നമ്മൾ, നടക്കാനാവില്ല, ഓടാനാവില്ല. നമ്മെ നേരെ നിർത്താൻ സഹായിക്കുന്ന കർണപുടങ്ങൾ നമുക്കായി ഒരുക്കി തന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവ് റഹ്മാനും റഹീമും അല്ലാതെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമല്ലാതെ മറ്റാരാണ് സഹോദരങ്ങളെ? ആ ഏകനായ സട്ടാവിനെ ആരാധിക്കാൻ നമുക്ക് എന്താണ് തടസ്സം? ആ ഏകനായ സട്ടാവിന്റെ ആരാധ്യതയെ അംഗീകരിക്കാൻ നമ്മെ പുറകോട്ട് വലിക്കുന്ന ഘടകം എന്താണ് എന്ന് തുടങ്ങി ഓരോ അവയവങ്ങളും നമ്മെ ആവർത്തിച്ചു ബോധ്യപ്പെടുത്തുകയാണ് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യം. നമ്മുടെ വലത് കൈ മുട്ടിയൊന്ന് ചുരുട്ടി വെച്ച് നമ്മുടെ ഇടനെഞ്ചിലേക്കൊന്ന് ചേർത്തു വച്ചാൽ, ഓരോരുത്തരുടെയും വലത് കൈ മുട്ടി ചുരുട്ടി പിടിച്ചാൽ അത്ര വലിപ്പം ഉണ്ടാകും നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വലിപ്പം. ഇടനെഞ്ചിലേക്ക് വെറുതെ നമ്മുടെ വലത് കരം ചേർത്തു വച്ചാൽ ഹൃദയം മിടിക്കുന്നത് നമുക്ക് അനുഭവപ്പെടും. മിടിച്ചുകൊണ്ടേയിരിക്കുകയാണിത്. ഈ മിടിപ്പ് തുടങ്ങിയിട്ട് എത്ര കാലമായി? 250 മുതൽ 300 ഗ്രാം ഖനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഖനം, അതിന്റെ തൂക്കം. മാതാവിന്റെ ഗർഭാശയത്തിൽ 22ാമത്തെ ദിവസം മുതൽ നമ്മൾ അറിയണം, അണ്ടവും ബീജവും കൂടിച്ചേർന്ന് സിക്താണ്ഡമായി അതെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചു വളർന്നു തുടങ്ങി. 22ാമത്തെ ദിവസം മുതൽ മിടിച്ചു തുടങ്ങിയതാണ് ആ ഹൃദയം. അതിപ്പോഴും നമ്മുടെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടനെഞ്ചിൽ ഓരോ മിടിപ്പായി നമ്മൾ അനുഭവ സാധ്യമാകുന്നുണ്ട്. മാതാവിന്റെ ഗർഭാശയത്തിൽ 22ാമത്തെ ദിവസം മുതൽ മിടിച്ചു തുടങ്ങിയ ഹൃദയം ഈ നീണ്ട വർഷത്തിനിടയിൽ നമുക്കിടയിൽ 20, 30, 40, 50, 60, 70, 75, 78, 80 വയസ്സുള്ളവർ ഈ സദസ്സിലുണ്ട്. അവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സിഖ്, എല്ലാ വിവിധ മതങ്ങളിലുള്ള ആളുകളുണ്ട്. ഒരു മതവും വേണ്ട, ദൈവവും വേണ്ട എന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഇവരുടെ എല്ലാം ഹൃദയം മിടിക്കുന്നില്ലേ? ഈ ഹൃദയം അത്ഭുതകരമായി സംവിധാനിച്ച ഉടയവനെ എങ്ങനെ നമുക്ക് നിഷേധിക്കാനാവും? അവൻ റഹ്മാനും റഹീമുമാണ് എന്ന പരമയാഥാർത്ഥ്യത്തെ നമുക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ നിഷേധിച്ച് തള്ളാനാവുക? 1 മിനിറ്റിൽ 72 തവണ നമ്മുടെ ഹൃദയം മിടിക്കുന്നുണ്ട് എന്ന് അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതെ, മനുഷ്യന്റെ ആയുസ്സിൽ ശരാശരി നമ്മുടെ ഹൃദയം 152 മില്യൺ ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നുണ്ട് എന്നാണ്. 152 മില്യൺ ലിറ്റർ, ചെറിയ കണക്കല്ലത്. നമ്മളിങ്ങനെ കൂട്ടി നോക്കുന്ന സമയത്ത് 152 മില്യൺ ലിറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും എന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം. ഒരു 10,000 ടാങ്കർ ലോറി ഇങ്ങനെ നിരത്തി നിർത്തി വെച്ച് എങ്ങനെ ഉണ്ടാവും? 10,000 ടാങ്കർ ലോറി നിരനിരയായി നിർത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? ആ 10,000 ടാങ്കർ ലോറികൾ നിറയെ രക്തം, അത്രയും ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഒരു ആയസിൽ ഹൃദയം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള ഹൃദയം നമുക്ക് നൽകിയ, നെഞ്ചിൽ കൈവച്ച്
ഈ ലോകത്തിനൊരു സട്ടാവില്ല എന്ന സത്യത്തെ, ഈ ലോകത്തിനൊരു സട്ടാവില്ല എന്ന് പറയാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? അവനെയല്ലാത്ത വ്യത്യസ്ത ശക്തികളെ, മൂർത്തികളെ വിളിച്ചു തേടാൻ നമുക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ കഴിയുക? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയം ഓരോ സമയവും മുടിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന ഊർജമുണ്ട്, എനർജി ഉണ്ട്. അതെ, ശരാശരി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് തൻ്റെ ആ ഹൃദയം ഉപയോഗിക്കുന്ന ഊർജം അനുസരിച്ച് 3 മീറ്റർ വരെ ബ്ലഡിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിന്. 3 മീറ്റർ വരെ. ആലോചിച്ച് കാണാൻ എത്ര ഉള്ളൂ? 250-300 ഗ്രാം വലിപ്പമുള്ള ഒരു മാംസകഷ്ണം. പക്ഷേ അതിൻ്റെ ദൗത്യം ഇത്രയാണ്. എത്രത്തോളം എന്നാൽ 1 മണിക്കൂറിൽ നമ്മുടെ ഹൃദയം അതിനു വേണ്ടി ചെലവഴിക്കുന്ന ഊർജമുണ്ടെങ്കിൽ ഒരു വാഗനർ കാറ്, ഒരു ആൾട്ടോ കാറ് 1 മീറ്റർ ഉയരത്തിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് നിർത്താൻ കഴിയുമെന്നാണ് ഹൃദയത്തിന്റെ ഊർജത്തിന്. ആലോചിക്ക്, 1 മണിക്കൂറിൽ അത് ഉപയോഗിക്കുന്ന ഊർജം കൊണ്ട് ഒരു കാറിന് അങ്ങനെ പൊക്കി പിടിക്കാൻ മാത്രമുള്ള പവർ അതിനുണ്ട് എന്ന്. ആ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദൈവമില്ല എന്ന് പറയാൻ നമുക്ക് എങ്ങനെ കഴിയും? ഉടയവനില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ എങ്ങനെയാണ് കഴിയുക? എന്തേ നമ്മൾ ചിന്തിക്കാത്തത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലേ സഹോദരങ്ങളെ? ഇവിടെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോന്നിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ. നമ്മുടെ ശരീരത്തിൽ വെറും 140 ഗ്രാം മാത്രം വലിപ്പമുള്ള 2 അവയവമുണ്ട്. കിഡ്നി എന്ന് പറയുന്ന അവയവം, വൃക്ക എന്ന് പറയുന്ന നമ്മുടെ അവയവം. രക്തശുദ്ധീകരണമാണ് അതിന്റെ ദൗത്യം. ഒരു മനുഷ്യ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് അത് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. 5 ലിറ്റർ ബ്ലഡ് 24 മണിക്കൂറിനുള്ളിൽ 350 തവണയാണ് നമ്മുടെ വൃക്ക നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച്, നമ്മൾ അറിയണ്ടോ? നമ്മുടെ ഈ സംസാരത്തിൽ, നമ്മുടെ ഈ കേൾവിയിൽ ഈ വലിയ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിഡ്നി. നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മുടെ നിർദ്ദേശാടിസ്ഥാനത്തിലും അല്ല. തൽക്കാലം ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുന്ന നമ്മൾ പറയണില്ല, പറഞ്ഞാൽ നടക്കൂല. അത്ഭുതകരമായി നമ്മൾ പിറന്നതു മുതൽ ഈ വലിയ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ കേവലം 140 ഗ്രാം മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞവയവം, അത് നിർവഹിക്കുന്ന ദൗത്യം എത്ര അത്ഭുതകരമാണ്! അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതെ, ഇവിടെ ഇത്രയധികം അത്ഭുതങ്ങൾക്ക് നമ്മുടെ ശരീരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിൽ കൈവച്ച സെട്ടാവിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയാത്തതുപോലെ നമ്മുടെ ശരീരത്തിലെ വയറുകളുടെ ഇരുവശങ്ങളിലുമുള്ള 140 ഗ്രാം വരുന്ന വൃക്കകളിൽ കൈവച്ചുകൊണ്ട് നമുക്ക് നിഷേധിക്കാനാവില്ല. ഈ ലോകത്തിന് സട്ടാവില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? ഈ സട്ടാവിന്റെ കൂടെ മറ്റിതര പങ്കാളികളുണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടയവനെ അറിയാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ പറയുന്ന അന്വേഷണത്തിനും ഈ പറയുന്ന പഠനങ്ങൾക്കും ഒക്കെ നമുക്ക് സഹായകമാകുന്നത് നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ തലച്ചോറിന്റെ കനം എത്രയാണ്? വെറും 1400 ഗ്രാമാണ്. 1.5 കിലോ പോലും ഇല്ല. തലയോട്ടിക്കകത്തുള്ള ഈ സെറിബ്രവും സെറിബെല്ലവും മെഡുല ഒബ്ലാങ്കേറ്റയും ആ ഹൈപ്പോതലാമസും തലാമസും ഒക്കെ കൂടിയുള്ള ഈ ഘടകം 1.5 കിലോന്റെ താഴെ. പക്ഷെ അത് നിർവഹിക്കുന്ന അത്ഭുതം, അത് നിർവഹിക്കുന്ന ധർമ്മം അത്യത്ഭുതകരമാണ്. നമ്മുടെ തലച്ചോറിൽ ഏകദേശം 10,000 കോടിയോളം ന്യൂറോണുകൾ ഉണ്ട് എന്നാണ്. 10,000 കോടിയോളം ന്യൂറോണുകൾ. ഒരു ന്യൂറോൺ എടുക്കാൻ, ഒരു ന്യൂറോൺ എണ്ണാൻ 1 സെക്കൻഡ് വെച്ച് നമ്മൾ എണ്ണുകയാണെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണുകയാണെങ്കിൽ ഈ 10,000 കോടി ന്യൂറോൺ എണ്ണി തീരണമെങ്കിൽ എത്ര കൊല്ലം എടുക്കറിയോ? 3171 വർഷം. 3171 വർഷം. വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ വർത്തമാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക സുബ്ഹാനക ഫഖിന അദാബന്നാർ. ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. അത് സൂര്യനും ചന്ദ്രനും ആകാശഗോളങ്ങളും ഈ ഭൂമിയും മാത്രമല്ല, ലോകത്തെ ഒന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. നീ കളി തമാശയായി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തോളണമേ, നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എന്ന നിഷ്കളങ്കമായ തേട്ടമുണ്ടാകേണ്ടതുണ്ട് ഒരു വിവേകമതിയുടെ ഭാഗത്ത് നിന്ന് എന്നാണ് വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തുകൾ നമ്മെ അടിവരയിട്ട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് മടങ്ങാം. ചിന്തിക്കുവാനുള്ള കഴിവും അറിവും നൽകിയ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ റഹ്മാനും റഹീമുമാണ്, പരമകാരുണ്യകനും കരുണാവാരുതിയുമാണ് എന്ന സത്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന വൃക്കകൾ നമുക്കായി നൽകിയ ഈ മഹാപ്രപഞ്ചത്തിനുടയവൻ ഏകനാണെന്നും അവൻ പരമകാരുണ്യകനും കരുണാവാരുതിയുമാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മിടിക്കുന്ന ഹൃദയവും അതേപോലെ അത്ഭുതകരമായ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയം നമുക്ക് നൽകിയ ഉടയവന്റെ ഏകത്വത്തെ അംഗീകരിച്ച്
അവൻ റഹ്മാനും റഹീമുമാണ് എന്ന യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് പടച്ച റബ്ബിന്റെ ഏകത്വത്തെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിച്ച് അവനെ മാത്രം നമുക്ക് ആരാധിക്കാം. അവനെ മാത്രം നമുക്ക് ആരാധിക്കാം. വഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ആരാധ്യൻ ഏകാരാധ്യനാണ്, അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ്. അവനെ ആരാധിക്കാൻ ഇനിയും എന്താണ് നമുക്ക് തടസ്സം? അവന്റെ ഏകത്വത്തിലും അവന്റെ അദ്വിതീയതയിലും അവന്റെ നാമഗുണ വിശേഷണങ്ങളിലും പങ്കുകാരുണ്ട് എന്ന് പറയാൻ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അവന്റെ അത്ഭുതകരമായ ഈ സൃഷ്ടി സംവിധാനത്തിന് അവന്റെ കൂടെ മറ്റു കൂട്ടാളികൾ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ കഴിയുക? ഏകനായ ഉടയവനെയല്ലാതെ നിരവധി ഉടയോന്മാരെ നമുക്ക് എങ്ങനെയാണ് ആരാധിക്കാൻ കഴിയുക? തിരിച്ചു വരാം. നമുക്ക് മാതാവിന്റെ അമ്മിഞ്ഞ കുടിച്ചു വളർന്നവരാണ് നമ്മൾ. ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവ് പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ് എന്ന് ആഴത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ മനസ്സിൽ ആ ചിന്ത അരക്കെട്ടുറപ്പിക്കുന്ന ഒരു വല്ലാത്ത സമ്മാനമാണ്, ഔദാര്യമാണ് നമുക്ക് നമ്മുടെ മാതാവിന്റെ മാറിടത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച അമ്മിഞ്ഞ എന്ന് നമ്മൾ ഓർക്കണം. മുലപ്പാൽ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: മാതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് അമ്മിഞ്ഞ നൽകണം. നിർബന്ധ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്, നിർവഹിച്ചേ മതിയാവൂ എന്ന് നമ്മൾ അറിയണം. ഒരു കുഞ്ഞ് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോ, ചോരപ്പൈതൽ പുറത്തു വരുമ്പോ അവന്റെ ശരീരത്തിലെ ആന്റിബോഡികൾ, ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ജീവസുറ്റതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യ ശരീരത്തിലെ ചോര പൈതലിന്റെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ, ആന്റിബോഡികളെ ശക്തവും ഭദ്രവുമാക്കാൻ സഹായകമാകുന്ന ഘടകങ്ങളെല്ലാം മാതാവിന്റെ അമ്മിഞ്ഞയിൽ നമുക്കൊരുക്കി തന്നവനാണ് സട്ടാവ്. ആ സട്ടാവ് റഹ്മാനും റഹീമും അല്ലാതെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമല്ലാതെ മറ്റാരാണ് സഹോദരങ്ങളെ? തീർന്നില്ല. നമ്മുടെ മസ്തിഷ്ക കോശങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സകല ഘടകങ്ങളും അമ്മിഞ്ഞപ്പാലിലുണ്ട്. നമ്മുടെ നാഡീ വ്യൂഹങ്ങളെ ഭദ്രമാക്കി നിലനിർത്തുന്ന ജീവസുറ്റതാക്കുന്ന സകല ഘടകങ്ങളും മാതാവിന്റെ അമ്മിഞ്ഞയിലുണ്ട്. അത് നമുക്കായി ഒരുക്കി തന്ന പടച്ചറബ് റഹ്മാനും റഹീമുമല്ലാതെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമല്ലാതെ മറ്റാരാണ് സഹോദരങ്ങളെ? നമ്മുടെ മാതാവിന്റെ അമ്മിഞ്ഞ കുടിച്ച് നമ്മൾ വളരുമ്പോൾ അതിൽ ലാക്ടോസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, സോഡിയം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ ജീവസുറ്റതാക്കാൻ വേണ്ടി മാതാവിന്റെ മാറിടത്തിൽ നിന്ന് തന്റെ കുഞ്ഞിന് ജന്മം നൽകിയ ആ തുടക്ക കാലഘട്ടത്തിൽ വെള്ളയും മഞ്ഞയും കൂടിക്കലർന്ന രീതിയിൽ തുടക്കത്തിലുള്ള അമ്മിഞ്ഞെ കൊളോസ്ട്രം എന്നാണ് പറയാ. അത്ഭുതകരം എന്ന് പറയട്ടെ, മാതാവ് തന്റെ കുഞ്ഞിന് അമ്മിഞ്ഞ നൽകുന്ന സമയത്ത് മാതാവിന്റെ ശരീരത്തിൽ ഒരു പ്രത്യേകം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്സിറ്റോസിൻ എന്നാണ് ആ ഹോർമോണിന്റെ പേര്. ഈ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ് കുഞ്ഞും അമ്മയും തമ്മിൽ, മാതാവും കുട്ടിയും തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും ശക്തവും ഭദ്രവുമാക്കി നിലനിർത്തുന്നത് ഈ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചോദ്യത്തിന് നിന്റെ മാതാവിനോട് എന്ന് വെറുതെയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞത്. ചോദ്യം രണ്ടാമതും ചോദിച്ചപ്പോ, ചോദ്യം മൂന്നാമതും ആവർത്തിക്കപ്പെട്ടപ്പോ നിന്റെ മാതാവ്, നിന്റെ ഉമ്മ, നിന്റെ മാതാവ്, നിന്റെ മാതാവ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചത് വെറുതെയല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വല്ലാത്ത നിമിഷങ്ങളാണിത്. ആ മാതാവിനെ നമുക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ ആവുക? ഇത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന, ഇത്രമേൽ നമ്മോട് കരുണ കാണിക്കുന്ന, ഇത്രമേൽ നമുക്ക് താങ്ങും തണലുമായി നമ്മെ കാത്തു സംരക്ഷിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ നമുക്കായി നൽകിയ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ അവൻ കരുണയുള്ളവനല്ല എന്ന് തള്ളിക്കളയാൻ നമുക്കാവുമോ? ആ ഏകനായ ഉടയവന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സട്ടാവിലേക്ക് മടങ്ങാം, ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിലേക്ക് മടങ്ങാം. അവനാകുന്ന ഏകനായ ഉടയവൻ, അൽ ഖാലിഖ്, അൽ ബാരി, മുസവ്വിർ, അവനാണ് സട്ടാവ്, അവനാണ് നിർമ്മാതാവ്, അവനാണ് ഏറ്റവും അത്ഭുതകരമായി രൂപകൽപ്പന ചെയ്യുന്നവൻ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അത്യുന്നതമായ ഗുണങ്ങൾ, നാമങ്ങൾ അവനുണ്ട്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വവും അവന്റെ നാമത്തെ പ്രകീർത്തിക്കുന്നുണ്ട്, അവന് സ്തുതികീർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട്, തസ്ബീഹുകൾ നിർവഹിക്കുന്നുണ്ട്. വഹുവൽ അസീസുൽ ഹകീം, അവൻ പ്രതാപവാനാണ്, അവൻ യുക്തിജ്ഞനാണ് എന്ന് വിശുദ്ധ ഖുർആൻ 59-ാം അധ്യായം സൂറ ഹശ്റിലെ 24-ാമത്തെ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സട്ടാവും നിർമ്മാതാവും അത്ഭുതകരമായി രൂപകൽപ്പന ചെയ്യുന്നവനും എന്ന് തുടങ്ങി നമുക്ക് വേണ്ടി ഈ മഹാപ്രപഞ്ചത്തെ അത്ഭുതകരമായി ഒരുക്കി തയ്യാറാക്കിയ ഉടയവനെ നമുക്ക് എങ്ങനെയാണ് നിഷേധിക്കാനാവുക?
ജ്വലിക്കുന്ന സൂര്യനിൽ നിന്ന് കടന്നു വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും അതിൻ്റെ അതിശക്തമായ താപങ്ങളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കാൻ ഒരു കുട പോലെ, മഴയത്ത് മഴ നനയാതെ നമുക്ക് സഹായകമാകുന്ന ഒരു കുട പോലെ ഈ പറയുന്ന തീഷ്ണമായ ജ്വാലകളിൽ നിന്ന് ലോകത്തിലെ മാനവരാശിക്ക്, ഈ ഭൂമിക്ക് ഒരു കുടയായി നിൽക്കുന്ന അതേ ഓസോൺ പാളികൾ ഒരുക്കി തന്നവൻ എങ്ങനെയാണ് അവന്റെ ഏകത്വത്തെ നമുക്ക് നിഷേധിച്ച് തള്ളാനാവുക? അവൻ റഹ്മാനും റഹീമുമാണ് എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് എങ്ങനെയാണ് നിഷേധിച്ച് തള്ളാനാവുക? വിശുദ്ധ ഖുർആനിന്റെ എത്രയെത്ര വർത്തമാനങ്ങൾ, ആ വർത്തമാനങ്ങളെല്ലാം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട്. നമ്മെ ആഴത്തിൽ ഗൗരവത്തിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്, ഓരോരോ തലങ്ങളിലും. അതുകൊണ്ട് നമുക്ക് മടങ്ങാം. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സിഖുകാരനെയും ജൈനനെയും ബൗദ്ധനെയും പാഴ്സിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച പരമാണു മുതൽ പരമോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ നമ്മുടെ സത്താവിലേക്ക്, ഏകനായ ഉടയവനിലേക്ക്, പരമകാരുണ്യകനും കരുണാവാരിതയുമായ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇതേ ഇസ്ലാം പറഞ്ഞുള്ളൂ. യാ യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ സത്താവിനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ എന്ന്. ഇതിലെവിടെയാണ് വർഗീയത? ഇതിലെവിടെയാണ് സ്വജനപക്ഷപാതിത്വമുള്ളത്? ഇതിലെവിടെയാണ് തീവ്രവാദമുള്ളത്? ഇതിലെവിടെയാണ് സങ്കുചിത ചിന്തയുള്ളത്? ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? ഇതിലെവിടെയാണ് വിഭാഗീയതയുള്ളത്? ഇതല്ലേ ഐക്യത്തിന്റെ സന്ദേശം? ഇതല്ല മാനവികതയുടെ സന്ദേശം? ഇതല്ല മാനവ സഹോദര്യത്തിന്റെ സന്ദേശം? നമ്മൾ ഒന്നാണ്, നമ്മുടെ ദൈവം ഒന്നാണ്, ദൈവമൊന്ന് മാനവരൊന്ന് എന്ന സന്ദേശത്തെക്കാൾ മികച്ച മറ്റൊരാശയം എന്താണ്? മറ്റൊരാദർശം എന്താണ്? നമ്മെ ഒരുമിച്ച് നിർത്താൻ ഇതിനേക്കാൾ കനമുള്ള, ഇതിനേക്കാൾ കരുത്തുള്ള മറ്റൊരാശയം എന്താണ്? മറ്റൊരാദർശം എന്താണ്? യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹു അലീമുൽ ഖബീർ എന്ന വിശുദ്ധ ഖുർആന്റെ വരികളുടെ മർമ്മത്തെ നമ്മൾ അറിയേണ്ടതില്ലേ സഹോദരങ്ങളെ? നമ്മളേവരും ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും ജനവിഭാഗങ്ങളുമാക്കി തിരിച്ചത് ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ പേരിൽ പരസ്പരം വെട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും തീവ്രവാദ വർഗീയവാദ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തി നിലനിൽക്കുന്ന നാട്ടിലെ സമാധാന അന്തരീക്ഷത്തെ പിച്ചിച്ചീന്തുവാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ പരസ്പരം അറിയാൻ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ എന്ന മാനവികതയുടെ മഹിതമായ മാനവ സഹോദര്യത്തിന്റെ സന്ദേശത്തെ ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകുന്ന വിശുദ്ധ ഖുർആന്റെ വരികൾ എങ്ങനെയാണ് വിഭാഗീയതയുടെ വരികളാവുക? എങ്ങനെയാണ് വർഗീയതയുടെ വരികളാവുക? എങ്ങനെയാണ് തീവ്രവാദത്തിന്റെ വരികളാവുക? ഇല്ല, ഇത് മാനവികതയുടെ വർത്തമാനമാണ്, മാനവ സഹോദര്യത്തിന്റെ സന്ദേശമാണ്, നന്മയുടെ സന്ദേശമാണ്, ഐക്യത്തിന്റെ സന്ദേശമാണ്, എല്ലാ അർത്ഥത്തിലും മാനവരാശിയുടെ വിമോചനത്തിന്റെ സന്ദേശമാണ്, സ്വർഗത്തിലേക്കുള്ള വഴിമാർഗമാണ്, നിത്യജീവൻ നേടിയെടുക്കാനുള്ള വഴിയടയാളമാണ്, മോക്ഷപ്രാപ്തി നേടിയെടുക്കുവാനുള്ള ഏക വഴിമാർഗമാണ് എന്ന ബോധ്യവും സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആൻ മാത്രമല്ലല്ലോ ദൈവം തമ്പുരാന്റെ ഏകത്വത്തെ ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. വിവിധങ്ങളായ പുരാണങ്ങളിൽ, വിവിധങ്ങളായ മറ്റിതര വേദ ദാർശനിക പ്രമാണങ്ങളിൽ ഇക്കാര്യം ആവർത്തിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. മഹാനിർവഹണ സ്തോത്രത്തിലെ ഒരു വർത്തമാനമുണ്ട്. തദേകം സ്മരാമസ്തദേകം ജപാമ തദേകം ജഗത്സാക്ഷി രൂപം നമോ നമ. തദേകം ദൈവം തമ്പുരാൻ ഏകന, സ്മരാമസ്തദേകം ആ ഏകനായ ദൈവത്തെ ഞങ്ങൾ സ്മരിക്കട്ടെ, ജപാമ അവനെ മാത്രം ഞങ്ങൾ ജപിക്കട്ടെ. തദേകം ജഗത്സാക്ഷി രൂപം നമോ നമ, ജഗത്സാക്ഷി സ്വരൂപമായി ഉടയ തമ്പുരാൻ ഏകനാണ്, നമോ നമ അവനെ മാത്രം ഞങ്ങൾ നമിക്കട്ടെ, ആരാധിക്കട്ടെ എന്ന വർത്തമാനങ്ങൾ മഹാനിർവഹണ സ്തോത്രത്തിലെ വരികളും വർത്തമാനങ്ങളുമായി നമുക്ക് വായിക്കാൻ കഴിയും സഹോദരങ്ങളെ. ഏകനായ ഉടയവനെ കുറിച്ച് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വർത്തമാനമായി, മോശെ പ്രവാചകന്റെ ആശയമായി അദ്ദേഹം പ്രചരിപ്പിച്ച ഒരു ആദർശമായി, തുടർന്ന് ഏറ്റെടുത്ത ഈസയുടെ, യേശുവിന്റെ പ്രബോധന പ്രവർത്തനമായി ബൈബിൾ, പഴയ പുതിയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാന്റെ ഏകത്വത്തെ ആവർത്തിക്കുകയല്ലേ മോശയും അതേപോലെ ജീസസും? ഇത് തന്നെയല്ലേ പൂർവസൂരികളായ പ്രവാചകന്മാർ ആവർത്തിച്ച് നിരന്തരം ലോകത്തോട് പറഞ്ഞതും ആവർത്തിച്ചതും? അതുകൊണ്ട് ഇത് ഐക്യത്തിന്റെ സന്ദേശമാണ്, ഇണക്കത്തിന്റെ സന്ദേശമാണ്, വിമോചനത്തിന്റെ സന്ദേശമാണ്, നന്മയുടെ ആദർശമാണ്. ഈ മഹിതമായ ആശയത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയണം. അതിൽ നിന്ന് ജനങ്ങളുടെ മനസ്സിനെയും ദിഷണകളെയും ഹൃദയത്തെയും തിരിച്ചുവിടുവാനുള്ള തൽപര കക്ഷികളുടെ കുതന്ത്രങ്ങളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവത്തിന് പകരം, ദൈവം തമ്പുരാനെ ഏകനായ ഉടയവനെ മാത്രം ആരാധിക്കുന്നതിന് പകരം കപടാത്മീയ കേന്ദ്രങ്ങളിലേക്ക് ക്ഷണിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്.
നമുക്ക് ചുറ്റുമുണ്ട് ദൈവേതര ശക്തികളിലേക്ക് നമ്മുടെ ചിന്തയെയും മനസ്സിനെയും മാടി വിളിക്കുന്നവരുണ്ട്. അവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പറയുന്നവന് മാത്രമേ നമ്മുടെ ഹൃദയത്തിന്റെ തേട്ടമറിയൂ. നമുക്ക് ഉത്തരം നൽകാനാവൂ, നമ്മുടെ തേട്ടങ്ങൾക്ക് പരിഹാരം നൽകാനാവൂ. എല്ലാ അർത്ഥത്തിലും അവനെക്കുറിച്ചുള്ള ചിന്തയും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള ജീവിതവുമാണ് അസ്വസ്ഥമായ, കലുഷിതമായ നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം, സ്വസ്ഥത പ്രദാനം ചെയ്യും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. കലുഷിതമായ ഹൃദയങ്ങൾക്ക്, അസ്വസ്ഥമായ ഹൃദയങ്ങൾക്ക് ആത്യന്തികമായ സ്വസ്ഥതയും സമാധാനവും സാധ്യമാകണമെങ്കിൽ ദിക്റുള്ളയിലേക്ക് മടങ്ങണം. ദിക്റുള്ള എന്നതുകൊണ്ടുള്ള വിവക്ഷ സട്ടാവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ജീവിത പരിവർത്തനമാണ്. അതിലൂടെ മാത്രമാണ് സാധ്യമാവുക എന്ന വിശുദ്ധ ഖുർആന്റെ വരികളെ, വർത്തമാനങ്ങളെ ആഴത്തിൽ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അതുകൊണ്ട് നമ്മൾ മടങ്ങേണ്ടത് ശുദ്ധ ഏകദൈവാരാധനയിലേക്കാണ്. അവനെ മാത്രം ആരാധിക്കുക എന്ന സത്യത്തിലേക്കാണ്. അവന്റെ ഏകത്വത്വത്തെക്കുറിച്ചും അവന്റെ ഏകത്വത്തിലും അവന്റെ അദ്വിതീയതയിലും അവന്റെ നാമഗുണ വിശേഷണങ്ങളിലും ഒരു ശക്തിയെയും പങ്കുകാരാക്കില്ല എന്ന പരമയാഥാർത്ഥ്യത്തിലേക്കുമാണ് നമ്മൾ തിരിച്ചു മടങ്ങേണ്ടത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്നത്തെ പുതിയ തലമുറയെ, ഇന്നിന്റെ ന്യൂ ജെന്നിനെ, ഇന്നത്തെ പുതിയ തലമുറയുടെ മനസ്സുകളെ, ദിഷണകളെ, അവരുടെ മസ്തിഷ്കത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് വളരെ കൃത്യമായ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എന്താണ് ആ പ്രവർത്തനം? ഇന്നത്തെ പുതിയ തലമുറയുടെ ദിഷണകളിൽ നിന്ന്, അവരുടെ മനസ്സുകളിൽ നിന്ന് ദൈവവിശ്വാസത്തെ, മതബോധ്യത്തെ വേരോടെ പിഴുതെറിഞ്ഞ് ജീവിതം അടിച്ചു പൊളിച്ച് തീർക്കാനുള്ളതാണ് എന്ന വികലമായ ആശയത്തെ സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിന്റെ പുതിയ പേരാണ് ലിബറലിസം. എന്നാൽ ഇതേ ആശയത്തിന് ഇന്നലകളിൽ വ്യത്യസ്തങ്ങളായ പേരുകൾ ഉണ്ടായിരുന്നു. 1960കളിൽ ലണ്ടന്റെ തെരുവുകളിൽ പ്രകടനം നടത്തി മുന്നോട്ട് പോയൊരു ടീമുണ്ട്. ഇതേ ആശയം പറഞ്ഞവർ. അവർ പറഞ്ഞത്, ഞങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളാരാണ്? ഞങ്ങൾ തോന്നിയത് പറയും, ഞങ്ങൾ തോന്നിയത് ചെയ്യും, ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ ജീവിക്കും. അവരെയാണ് തോന്നിവാസികൾ എന്ന് പറയുക. അവനവന്റെ തോന്നലുകൾക്കനുസരിച്ച് അത് നന്മയാകട്ടെ, തിന്മയാകട്ടെ, ശരിയാകട്ടെ, തെറ്റാകട്ടെ, ധർമ്മമാകട്ടെ, അധർമ്മമാകട്ടെ, എന്തുമാകട്ടെ, അതിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. ഞങ്ങളെ ഇത് ധർമ്മം, ഇത് അധർമ്മം, ഇത് ശരി, ഇത് തെറ്റ്, ഇത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ നിങ്ങളാര്? ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് മനുഷ്യാവകാശമുണ്ട്, ഞങ്ങളുടെ അവകാശ പൂർത്തീകരണത്തിന് വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നൊരു ഇസത്തിന്റെ പേരാണ് ഹ്യൂമനിസം. ആ ഹ്യൂമനിസത്തിന്റെ പുതിയ മുഖങ്ങൾ, അതേ ആശയത്തെ പുതിയ കുപ്പിയിലാക്കി അതേ പഴയ വീഞ്ഞ് പിന്നെയും ആവർത്തിക്കപ്പെടുന്നു, അവതരിപ്പിക്കപ്പെടുന്നു. ലിബറലിസത്തിന്റെ താത്വികാചാര്യനായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് ജോൺ ലോക്കിനെ പോലെയുള്ള ആളുകളാണ്. ഇയാൾ പറഞ്ഞതും ഇത് തന്നെയാണ്. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ്? ഞങ്ങൾക്ക് മുന്നിൽ ഇന്നത് ശരി, ഇന്നത് ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ഞങ്ങൾക്ക് മുന്നിൽ ദൈവം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ നിങ്ങൾ ആരാണ്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സമാക്കി നിൽക്കുക എന്നത് ഞങ്ങൾക്കുള്ള അവകാശത്തെ നിഷേധിക്കലാണ്. ആ അവകാശ നിഷേധങ്ങൾക്കെതിരെ ഞങ്ങൾ പോരാടും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സർവതന്ത്ര സ്വതന്ത്രരായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് ആവർത്തിക്കുകയാണ് ലിബറലുകൾ. ഈ ലിബറലിസം ഇന്ന് എത്തി നിൽക്കുന്നത് ഏറ്റവും ദുരന്തപൂർണമായ അവസ്ഥയിലാണ്. തങ്ങളുടെ ലൈംഗിക അഭിരുചി തീർക്കാൻ, തങ്ങളുടെ ലൈംഗിക ദാഹം തീർക്കാൻ എന്തും ചെയ്യും അവർ. സ്വന്തം മാതാപിതാക്കളെ പോലും അവർ വെറുതെ വിടില്ല. എന്തിനേറെ ശവക്കല്ലറയിലുള്ള ശവങ്ങളെ പോലും അവർ വെറുതെ വിടില്ല. ചെറിയ ചോര പിഞ്ചു പൈതങ്ങളെ പോലും, 2-3 മാസം മാത്രം പ്രായമുള്ള ചോര പൈതലുകളെ പോലും അവർ വെറുതെ വിടില്ല. വഴിയിലൂടെ നടക്കുന്ന പട്ടികളെ പോലും, കഴുതകളെ പോലും അവർ വെറുതെ വിടില്ല. എന്തിനേറെ ഒന്നിനെയും വെറുതെ വിടില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളുടെ ചോയ്സ് ആണ്, തെരഞ്ഞെടുക്കാനാണ് ഞങ്ങളുടെ അവകാശമാണ്. അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആര് എന്ന് പറയുമ്പോൾ ലോകം എത്രമേൽ ദുരന്തത്തിലേക്ക് വഴിമാറിപ്പോകുമെന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ലിബറലിസം മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല. ഹ്യൂമനിസം മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കില്ല. ലോകം കണ്ട ഒരു ഭൗതിക തത്വചിന്താ പ്രസ്ഥാനത്തിനും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനാവില്ല. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ, വഴി കാണിക്കാൻ, വെളിച്ചമാകാൻ, മനുഷ്യന്റെ പ്രശ്നങ്ങളെ അറിയാവുന്ന, മനുഷ്യനെ അറിയാവുന്ന, അവന്റെ വികാര വിചാരങ്ങൾ അറിയാവുന്ന, അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പും തുടിപ്പും തേട്ടവും അറിയാവുന്ന, അവന്റെ ഇന്നലകളെ കുറിച്ചും ഇന്നിനെ കുറിച്ചും നാളെയെ കുറിച്ചും അറിയാവുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടയവന് മാത്രമേ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനാവൂ. ആ പരിഹാരത്തിനെയാണ് നമ്മൾ ഹുദ എന്ന് പറയുക. അതുകൊണ്ടാണ് നെഞ്ചിൽ കൈവച്ച് നമ്മൾ തേടുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലേക്കും വെളിച്ചത്തിലേക്കും നീ ഞങ്ങളെ വഴി നടത്തണമേ എന്നത് നിഷ്കളങ്കമായ തേട്ടമാണ്.
ഇത് പടച്ചറബ് നൽകുന്ന വല്ലാത്ത ഔദാര്യമാണ്, അനുഗ്രഹമാണ്. ആ വഴിയിലൂടെ നടക്കാൻ നമുക്ക് കഴിയണം. ആ വഴിയിലൂടെ നടന്നവരാണ് മുൻഗാമികളായ പ്രവാചകന്മാർ. അവർ നടന്ന വഴികളിലൂടെ നടന്നവരാണ് മുൻഗാമികളായ പൂർവ്വസൂരികളായ സച്ചരിതർ. ആ വഴികളിലൂടെ നടക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുക എന്നത് ഒരു വല്ലാത്ത അനുഗ്രഹമാണ്. വഴി തെറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുമ്പോൾ ആ സകല വഴികേടുകളിൽ നിന്ന് തെന്നിമാറി ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈ ശരിയായ വഴിയിൽ നിന്ന് വേരോടെ പിഴുതെറിയുവാനുള്ള അതിശക്തമായ പിശാചിന്റെ പ്രചോദനങ്ങൾ ഉണ്ടാകും, ഫിത്നകൾ ഉണ്ടാകും. പക്ഷേ ഇല്ല, തളർന്നു പോകില്ല ഞാൻ, തകർന്നു പോകില്ല ഞാൻ. എനിക്ക് ഈ വല്ലാത്ത ഔദാര്യവും ഹിദായത്തും നൽകിയ പടച്ചറബേ, എന്റെ അവസാന ശ്വാസവും നിന്റെ ഹുദയിലാകണമേ എന്ന് തേടുന്ന ഒരാൾക്ക് ഈ വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലേക്ക് കാലുവെക്കാനാവില്ല. അവന്റെ ഹൃദയം അതിന് സമ്മതിക്കില്ല. അവസാന ശ്വാസം നിലക്കും വരെയും ഈ ലാ ഇലാഹ ഇല്ലല്ലയിൽ, ഈ തൗഹീദി വഴിയിൽ, ശുദ്ധ ഏകദൈവ ആരാധനയിൽ, നന്മയിൽ, ധർമ്മത്തിൽ, സത്യത്തിൽ ഉറച്ചു നിൽക്കും നമ്മൾ. വികല വികൃത ചിന്തകളിലേക്ക് പോവില്ല. അനാവശ്യമായി വർഗീയതയുടെ തീവ്രവാദത്തിന്റെ വികൃത ചിന്തകളിലേക്ക് കാലെടുത്തു വെച്ച് അയൽക്കാരന്റെ കഴുത്തറുക്കാൻ നമുക്ക് കഴിയില്ല. സ്വന്തം വീട്ടിന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവന്റെ നെഞ്ചകം പിളർക്കാൻ നമുക്ക് കഴിയില്ല. തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകാനാവില്ല, അധർമ്മങ്ങളുടെ പിന്നാലെ പോകാനാവില്ല, മ്ലേച്ഛതകളുടെ പിന്നാലെ പോകാനാവില്ല. അവസാന ശ്വാസം വരേക്കും നന്മയിലാകണമേ എന്ന തേട്ടമായിരിക്കും നമ്മുടേത്, പ്രാർത്ഥനയായിരിക്കും നമ്മുടേത്. അതിനു വേണ്ടിയുള്ള സൃഷ്ടിപരമായ ചിന്തകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ നിഷ്കളങ്കമായി ഉടയവനോട് തേടിയേ മതിയാവും. നിഷ്കളങ്കമായി ഹൃദയം തുറന്ന് ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചേ മതിയാവൂ. ലിബറലിസത്തിന്റെ വികല വികൃത ചിന്തകൾ ഇന്ന് എത്തി നിൽക്കുന്നത് LGBTQIA+ എന്ന് പറഞ്ഞു പോവുകയാണ്. എത്രമേൽ ആഭാസങ്ങളാണ് ഈ LGBTQIA കമ്മ്യൂണിറ്റികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഭാസങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ തലമുറയെ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയണം, ധർമ്മത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയണം, സത്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയണം, ഏകദൈവാരാധനയിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വ നിർവഹണമാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ മഴക്കാറുള്ള ഈ സമയത്ത് പോലും ഈ നന്മയുടെ സന്ദേശത്തെ ഈ വെടിമറയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ മനസ്സ് തുറന്ന് ഞങ്ങൾ സംവദിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് കറയില്ലാതെ, മറയില്ലാതെ ഞങ്ങളിത് തുറന്നു പറയുകയാണ്. കേൾക്കാനുള്ള സന്മനസ്സുണ്ടാകണമേ പ്രിയപ്പെട്ടവരെ എന്ന പ്രാർത്ഥനയല്ലാതെ, തേട്ടമല്ലാതെ ഇല്ല. ഞങ്ങൾ ആരും ഇലക്ഷനിൽ മത്സരിക്കാൻ പോണില്ല. ഇതൊരു ഇലക്ഷൻ പ്രചരണ വേദിയോ സംവിധാനമോ അല്ല. മുജാഹിദ് പ്രസ്ഥാനം അതിനുവേണ്ടി സംവിധാനിക്കപ്പെട്ട ഒന്നുമല്ല. മറിച്ച് ഈ വെളിച്ചത്തെ, ഈ സന്ദേശത്തെ, ഈ ഹുദയെ ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട, അല്ലെങ്കിൽ ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു കൊച്ചു സംഘം. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇതിന്റെ മുൻഗാമികളായി നമുക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കാണാം, സനാഉൽ മക്തി തങ്ങളെ കാണാം, ഉമർ മൗലവിയെ കാണാം. അതേപോലെ തന്നെ നിരവധി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കാണാം, ഈ മൊയ്തു മൗലവി സാഹിബിനെ കാണാം, എത്ര പേരെ കാണാം. അവരെല്ലാം നടന്ന വഴിയിൽ പിൻഗാമികളായി നമ്മൾ നടക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളിലേക്ക് ഈ സന്ദേശത്തെ പകർന്നു നൽകുക എന്ന ദൗത്യം മാത്രം, ആരെയും നിർബന്ധിക്കാതെ, ആർക്കും ഒരു പ്രഷർ ചെലുത്താതെ, സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള സവിശേഷതകൾ അംഗീകരിച്ച്, സ്വതന്ത്രമായി തീരുമാനിക്കുവാനുള്ള അവനവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിച്ച്, അത് അനുവദിച്ച് നിങ്ങൾ തെരഞ്ഞെടുക്കൂ. പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ചിന്തിക്കൂ, നമുക്കിരിക്കാം, നമുക്ക് സംവദിക്കാം, നമുക്ക് സംസാരിക്കാം, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ചർച്ചകൾ ചെയ്യാം എന്ന തലത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ സങ്കടകരം എന്ന് പറയട്ടെ, ഈ മഹിതമായ ആശയത്തിന്റെ പ്രചാരണത്തെയും ഈ മഹിതമായ ആശയ പ്രബോധനത്തെയും ഈ പ്രബോധന പ്രവർത്തനങ്ങളെയും ബോധപൂർവം ഇകഴ്ത്തുവാനും ബോധപൂർവം സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലേ? ഇത് മാർച്ച് മാസമാണല്ലോ. മാർച്ച് 15 ലോക ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞു 3-4 വർഷങ്ങൾക്ക് മുമ്പ്. എന്താണത്? ഇസ്ലാം പേടി. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാം പേടി, ഇസ്ലാം ഭീതി. ഇസ്ലാം ഫോബിയ എന്ന് പറഞ്ഞ പല ടൈപ്പ് ഫോബിയകളുണ്ട്. ഫോബിയ എന്ന് പറഞ്ഞാൽ പേടിയാണ്. പല ടൈപ്പ് ഫോബിയകൾ നമുക്ക് കാണാൻ കഴിയും. അതെ, ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ പേടിയാണ്, വെള്ളം കണ്ട പേടി, അതിന് ഹൈഡ്രോഫോബിയ എന്ന് പറയും. ഇങ്ങനെ ഓരോ സാധനത്തിനോടുള്ള പേടിക്ക് വ്യത്യസ്തങ്ങളായി ഉണ്ട്. ഇവിടെ ഇസ്ലാമോഫോബിയ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനമാണ്. ഫോബിയ എന്ന് പറഞ്ഞ പേടി. ഇസ്ലാമോഫോബിയ, സമാധാനത്തെ ആരെങ്കിലും പേടിക്കും, സ്വസ്ഥതയെ ആരെങ്കിലും പേടിക്കും,
ശാന്തി ആരെങ്കിലും പേടിക്കോ? സമാധാനത്തിന്റെ വഴി ആരെങ്കിലും പേടിക്കോ? സമാധാനത്തിന്റെ വഴിയെ, സ്വസ്ഥതയുടെ വഴിയെ, ദൈവത്തിന്റെ മാർഗത്തെ, വഴിമാർഗത്തെ ജനങ്ങൾക്കിടയിൽ ഭീതിയും ഭയപ്പാടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക എന്ന വളരെ മോശം നടപടിക്രമങ്ങളാണ് ഇന്ന് തൽപര കക്ഷികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മീഡിയ അത് കൊണ്ടു നടക്കുന്നു. അതിന്റെ പിന്നിൽ കൃത്യമായ സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലുകളുണ്ട്. അതിന്റെ പിന്നിൽ കൃത്യമായ ഇരുട്ടിന്റെ ശക്തികളുടെ കറുത്ത കരങ്ങളുണ്ട്. അത് തിരിച്ചറിയണം നമ്മൾ. നിരന്തരം കള്ളം പറയുക, സമാധാനത്തിന്റെ ഒരാശയത്തെ ഭീതിയുടെ ആശയമാക്കി മാറ്റുക, നന്മയുടെ സന്ദേശത്തെ തിന്മയുടെ ആശയമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, ഐക്യത്തിന്റെ മഹിതമായ ആദർശത്തെ അനൈക്യത്തിന്റെ ആശയമായി ചിത്രീകരിക്കുക, വക്രീകരിക്കുക. എത്രമേൽ സങ്കട കാഴ്ചകളാണിത്. ഇവിടെയാണ് നമ്മൾ ഗീബൽസ് എന്ന പെരുന്നുണയനിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. ആരാണ് ഈ ഗീബൽസ്? അവനെ നമ്മൾ അറിയണം, അവനെ നമ്മൾ മനസ്സിലാക്കണം. ഗീബൽസിയൻ തന്ത്രമെന്നും ഗീബൽസിയൻ ആശയങ്ങൾ എന്നല്ല നമ്മൾ പറയാറുണ്ട്. അതെ, 1922 കാലം, 1922 ഹിറ്റ്ലറിന്റെ കീഴിൽ നാസി ആശയ പ്രചാരണത്തിനു വേണ്ടി, ആളുകൾക്കിടയിൽ നിരന്തരമായ ഈ ആശയ പ്രചരണത്തിനു വേണ്ടി അതെ ഒരു ടീമിനെ അദ്ദേഹം ഉണ്ടാക്കുന്നു. പ്രൊപ്പഗണ്ട ആൻഡ് പബ്ലിക് എൻലൈറ്റ്മെന്റിന്റെ ചുമതലയുള്ള മന്ത്രിയായി സാക്ഷാൽ ഹിറ്റ്ലർ ഈ പറയുന്ന ഗീബൽസിനെ നിശ്ചയിക്കുന്നു. പോൾ ജോസഫ് ഗീബൽസിനെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരും സുഹൃത്തുക്കളുമായ ആളുകൾ ചോദിച്ചു, ഈ ചങ്ങാതിനെ ആക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്? അന്ന് ഹിറ്റ്ലർ പറഞ്ഞ മറുപടി, ആ ചങ്ങാതി പെരുന്നുണയനാണെന്ന്. വായ തുറന്ന നുണയെ പറയുള്ളൂ. ജീവിതത്തിൽ നുണ മാത്രം പറഞ്ഞൊരാൾ, ആ നുണ ആവർത്തിക്കുവാൻ വേണ്ടി, നുണ സ്ഥാപിക്കുവാൻ വേണ്ടി നുണകൾക്ക് മേൽ നിരന്തരം നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ, പച്ചക്കള്ളം നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനുഷ്യൻ, ആ ഒരൊറ്റ ക്വാളിറ്റിയാണ് ഇയാളെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാനുള്ള കാരണമെന്ന്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അന്നു മുതൽ ജർമ്മൻ റേഡിയോയിൽ, അതേപോലെ തന്നെ ജർമ്മൻ പത്രങ്ങളിൽ, ജർമ്മനിയിൽ നിന്നിറങ്ങുന്ന ചലച്ചിത്രങ്ങളിൽ നിരന്തരമായി ഈ കള്ളപ്രചരണങ്ങൾ ജൂതന്മാർക്കെതിരെ അദ്ദേഹം അഴിച്ചുവിടുകയാണ്. ഏതൊരു ജനതയെയാണോ അദ്ദേഹം ലക്ഷ്യമിട്ടത്, ഏതൊരു ജനതയെയാണോ മോശക്കാരായി ചിത്രീകരിക്കാൻ അയാൾ തീരുമാനിച്ചത്, ആ ജനതയെ മോശക്കാരായി, കൊള്ളരുതാത്തവരാക്കി വരുത്തി തീർക്കുവാൻ വേണ്ടി ഇല്ലാ കഥകൾ, പച്ചക്കള്ളങ്ങൾ, അടിസ്ഥാനരഹിതമായ നുണകൾ ആവർത്തിച്ച് വെറുപ്പിന്റെ പ്രചാരണമാണ് സാക്ഷാൽ ഗീബൽസ് നിർവഹിച്ചു കൊണ്ടേയിരുന്നത്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പിന്നെ അതിനെ കല്ലെടുത്ത് എറിഞ്ഞു കൊല്ലുക. റോട്ടിലൂടെ നടക്കുന്ന ഒരു ആടിനെ നമ്മൾ ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാൽ നാട്ടുകാർ നമ്മളെ കൈവെക്കും. ആടിനെ ആരടാ എറിയണെന്ന് ചോദിക്കും. അപ്പൊ ആടിനെ നേർക്ക് നേരെ എറിയാൻ പറ്റില്ല. ആടിന് എന്ത് പറയണം? ഇത് ആടല്ല, ഇത് പട്ടിയാണെന്ന് പറയണം. അപ്പൊ ആടിനോടുള്ള ആ കരുണയും ആ ഒരു അനുകമ്പയും പോയി. പട്ടി ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ട ഒരു സാധനം. ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാം, ആക്രമിക്കാം. പട്ടിനെ വെറുതെ ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാൽ പറയൂ, സാധുവായ പട്ടിനെ എന്തിനാണ് നീ കല്ലെടുത്തെറിയണമെന്ന് നാട്ടുകാർ ചോദിക്കും. അപ്പൊ അങ്ങനെ എറിയരുത്, പട്ടിനെ പേപ്പട്ടിയാക്കണം. പിന്നെ സൗകര്യമായി. പിന്നെ പേപ്പട്ടിനെ അടിച്ചാലെന്ത്, കൊന്നാലെന്ത്, എറിഞ്ഞാലെന്ത്, എന്ത് ചെയ്താലെന്ത്, നാട്ടുകാർ കൂടെ അറിയും, നാട്ടുകാർ കൂടെ നിൽക്കും. ഇതാണ് ഗീബൽസിന്റെ തന്ത്രം, എല്ലാ അർത്ഥത്തിലുമുള്ള തന്ത്രം, ഇന്നും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്ത്രം, ലോക ചരിത്രത്തിൽ ഇത്രമേൽ ദുരന്തമുള്ളൊരു തന്ത്രം. ആ ദുരന്തപൂർണമായ ചരിത്രത്തെ ഇന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് മുന്നിൽ. ഒരാളുടെ മുഖത്ത് നോക്കി ഒരാളെ ഭ്രാന്ത എന്ന് വിളിക്കും. കേട്ട നമ്മൾ പറയും, ഏയ് ഞാൻ ഭ്രാന്തനൊന്നുമല്ല. കേട്ട കൂടെയുള്ള ആളുകളും പറയും, മൂപ്പര് ഭ്രാന്തനൊന്നുമല്ല. ഒരു 10 വട്ടം പറയുമ്പോ, 50 വട്ടം പറയുമ്പോ, 100 വട്ടം പറയുമ്പോ കേൾക്കുന്ന ആളുകൾ പറയും, ഒരു ഭ്രാന്തനൊന്നുമല്ല, എന്തോ ഒരു പിരി കുറവുണ്ട്, ഒരു പിരിവ് കുറവുണ്ട് തോന്നുന്നു. പിന്നെയും അത് 200, 250, 300 ആകുമ്പോ കേട്ടു നിൽക്കുന്ന ആളുകൾ പറയും, ഇത്തിരിയല്ല, ഒരു കാപ്പിരി കുറവുണ്ട് പറയും. പിന്നെ അത് അരപ്പിരിയാവും. അവസാനം അത് ഫുൾ മൊത്തം പിരിഞ്ഞു, അയാൾ വട്ടൻ തന്നെ എന്ന് ജനം വിധി എഴുതും. ഒടുവിൽ അത് 1000 വട്ടമാകുമ്പോ, അതൊരു 10,000 വട്ടമാകുമ്പോ ആരെയാണോ ഭ്രാന്ത എന്ന് വിളിച്ചത്, അവൻ തന്നെ കണ്ണാടിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അവനോട് ചെയ്യുന്ന ചോദിക്കും, ഞാൻ വട്ടനാണോ, ഞാൻ ഭ്രാന്തനാണോ? അവന് തന്നെ അവൻ ഭ്രാന്തനാണോ എന്ന് തോന്നുമാറുള്ള കൊണ്ടുപിടിച്ച പ്രചാരണ കലുഷിതമായ പുകമറകൾക്കുള്ളിലായി അയാൾ മാറും. പിന്നെ അയാളെ നശിപ്പിക്കാൻ വേറൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഹിറ്റ്ലർ പറഞ്ഞത്, നമ്മൾ ലക്ഷ്യമിടുന്ന ഒരു ജനതയെ തകർക്കണമെങ്കിൽ അവർ ആദ്യം കൊള്ളരുതാത്തവരാണ് എന്ന് സമൂഹത്തിൽ ആവർത്തിക്കണം. അത് നിരന്തരമായ കള്ളപ്രചരണങ്ങൾ നടക്കണം. അവർ കൊള്ളരുതാത്തവരാണ് എന്ന് ജനം അംഗീകരിക്കുന്നതോടുകൂടെ അവർക്കെതിരെ നമ്മൾ എന്ത് തിന്മകൾ ചെയ്താലും, എന്ത് അതിക്രമങ്ങൾ ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല, അതിനെ എതിർക്കാൻ ആരും ഉണ്ടാവില്ല. ജനം കൂടെ നിൽക്കും എന്ന നശിച്ച തന്ത്രമാണ്, എന്ന ദുഷ്ടതന്ത്രമാണ്, എന്ന വെറുപ്പിന്റെ തന്ത്രമാണ്
ഇന്ന് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെറുപ്പിന്റെ തന്ത്രത്തെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്? ഇസ്ലാമോഫോബിയ എന്ന സമാധാനത്തിന്റെ ആശയത്തെ, പ്രചാരണത്തെ, ഐക്യത്തിന്റെ മാനവികതയുടെ മഹിതമായ ആദർശത്തെ ഇസ്ലാം ഭീതിയും ഇസ്ലാം പേടിയും പ്രചരിപ്പിച്ചുകൊണ്ട് പത്രങ്ങളും ചാനലുകളും സിനിമകളും ഇപ്പൊ ഇറങ്ങിയ കേരള സ്റ്റോറി വരെ, കേരള സ്റ്റോറി അറിയണമെങ്കിൽ, കേരളത്തിന്റെ ചരിത്രം അറിയണമെങ്കിൽ, കേരളത്തിന്റെ കഥ അറിയണമെങ്കിൽ 2-2.5 മണിക്കൂറോ 3 മണിക്കൂറോ സിനിമ തിയേറ്ററിൽ ഇരുന്നാൽ പോരാ. ഈ വെടിമറയുടെ കവലകളിൽ, ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വെറും 3 മിനിറ്റ് വെറുതെ നടന്നാൽ യഥാർത്ഥ മലയാള മണ്ണിന്റെ ചിത്രയും കഥയും ചരിത്രവും ഇതിന്റെ സംവിധായകന് മനസ്സിലാകും, ലോകത്തിന് മനസ്സിലാകും. പരസ്പരം ഐക്യത്തോടെ സ്നേഹത്തോടെ വളർന്നു വന്നവരാണ് നമ്മൾ. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹിന്ദുവും മുസ്ലിമും മതമുള്ളവനും മതമില്ലാത്തവനും കൈകളോട് കൈകൾ ചേർത്ത് പിടിച്ച് നെഞ്ചുവിരിച്ച് ബ്രിട്ടീഷുകാരുടെ തീ തുപ്പുന്ന തോക്കുകൾക്കും പീരങ്കികൾക്കും മുന്നിൽ നെഞ്ചുവിരിച്ച് ഉറച്ചു നിന്ന് നാടിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത കാരണവന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ. കാരണവന്മാരുടെ പിൻഗാമികൾ മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും മൗലാന അബുൽ കലാം ആസാദിന്റെയും തായ് വഴികളിലുള്ള ആളുകൾ. നമുക്കെങ്ങനെയാണ് സഹോദരങ്ങളെ ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ പരസ്പരം വെട്ടാനും കുത്താനും നശിപ്പിക്കാൻ കഴിയുക? നമ്മുടെ കാരണവന്മാർ കാണിച്ചു തന്ന മാനവികതയുടെ, മാനവ സഹോദര്യത്തിന്റെ ശരിയായ സ്റ്റോറിയെ, ശരിയായ ചരിത്രത്തെ, ശരിയായ ചരിത്രപരമായ കഥകളെ, യാഥാർത്ഥ്യത്തെ വെട്ടിമുറിച്ച് അതിന് വിരുദ്ധമായി ആശയം സ്വീകരിക്കാൻ മലയാള മണ്ണിലെ മുസ്ലിമിന് കഴിയുമോ? മലയാള മണ്ണിലെ ഹിന്ദുവിന് കഴിയുമോ? മലയാള മണ്ണിലെ ക്രിസ്ത്യാനിക്ക് കഴിയുമോ? മലയാള മണ്ണിലെ മതമുള്ളവനും മതമില്ലാത്തവനും കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുന്നിൽ എന്താണ് കേരള സ്റ്റോറി എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ. അതെ, ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഇസ്ലാമോഫോബിയക്കുള്ള മറുമരുന്ന് ഇസ്ലാമിനെ ശരിയാവണ്ണം പരിചയപ്പെടുത്തലാണ്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കലാണ്, ഇസ്ലാമിന്റെ ശരിയായ ആശയത്തെ, ആദർശത്തെ നിരന്തരം പറയലാണ്. 1000 വട്ടം കളവ് പറയുമ്പോ 1001 വട്ടം സത്യം പറഞ്ഞുകൊണ്ടാകണം ഈ കള്ളപ്രചരണങ്ങളെ നമ്മൾ പ്രതിരോധിക്കേണ്ടത്. നാം മലയാളികളാണ്, നമ്മളൊന്നാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആശയ പ്രബോധന വീതിയിൽ നിറസാന്നിധ്യങ്ങളാകാൻ നമുക്ക് കഴിയണം. നാം കേരളീയരാണ്. കള്ളക്കഥകളെ നമ്മൾ കടലിലേക്ക് വലിച്ചെറിയും എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. അതെ, കേരള സ്റ്റോറിയെ അല്ലെങ്കിൽ കേരള സ്റ്റോറി അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ സിനിമ കണ്ടിട്ടല്ല അറിയേണ്ടത്, മറിച്ച് മലയാള മണ്ണിലേക്കൊന്നു വാ. ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലെ എല്ലാ സഹോദരങ്ങളോടും, ഇന്ത്യക്ക് പുറത്തുള്ള വിവിധങ്ങളായ രാജ്യങ്ങളിലെ മുഴുവൻ സഹോദരങ്ങളോടും നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ കഴിയണം, വരൂ മലയാള മണ്ണിലേക്ക്. ഇവിടെയുള്ള ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സാമുദായിക സൗഹൃദത്തിന്റെയും സുന്ദര ചിത്രങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകാം. അനുഭവ സാധ്യമാകും ഇവിടെയുള്ള ഐക്യവും ഇവിടെയുള്ള സമാധാനവും എന്തെന്ന് ലോകത്തോട് പറയാൻ നമുക്ക് കഴിയണം, ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ആശയ വിയോജിപ്പുകൾ ഉണ്ടാവാം, ആദർശപരമായ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം, അത് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളാകാം, മറ്റിതര ആശയങ്ങളും അതേപോലെ തന്നെ തത്വശാസ്ത്രപരമായ ആശയങ്ങൾ ഉണ്ടാകാം, മതപരമായ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവും, ആശയങ്ങൾ ഉണ്ടാവാം, സംഘടനാപരമായ കാഴ്ചപ്പാടുകളും ഉണ്ടാകാം. പക്ഷേ അടിസ്ഥാനപരമായി വിവിധങ്ങളായ ആശയങ്ങളും ആദർശ ചർച്ചകളും നിലനിൽക്കുമ്പോൾ തന്നെ അതെ, നമ്മളൊന്നാണ്, ഈ മലയാള മണ്ണിന്റെ മക്കളാണ്, നാം മലയാളികളാണ്, നാം ഇന്ത്യക്കാരാണ് എന്ന ആഴത്തിലുള്ള ബോധ്യത്തോടെ അതെ, ആദിപിതാവിന്റെയും ആദിമാതാവിന്റെയും മക്കൾ തലമുറയിലെ അംഗങ്ങളാണ് എന്ന ആഴത്തിലുള്ള ബോധ്യത്തോടെ ഈ പറയുന്ന കള്ളപ്രചരണങ്ങൾക്ക് ജീവിതം കൊണ്ട് മറുപടി പറയാൻ, കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇവിടെ തൗഹീദ്, ഇസ്ലാമിന്റെ അടിത്തറ എന്ന മർമ്മം പറയുമ്പോ തൗഹീദാണ്. ഇത് പറയാൻ നമുക്ക് പ്രചോദനമാവുക. മാനവികത സന്ദേശത്തെ ഇത്രമേൽ അരക്കെട്ട് ഉറപ്പിക്കാൻ നമുക്ക് ഫലം നൽകുന്നത് ഈ ശുദ്ധ ഏകദൈവാരാധന എന്ന ബോധ്യമാണ്. നിരന്തരം നന്മ പറയാനും നിരന്തരം തിന്മയെക്കുറിച്ച് ബോധവൽക്കരിക്കാനും നമുക്ക് പ്രചോദനമാകുന്നത് ഈ മഹിതമായ ആശയമാണ്, ഈ മഹിതമായ ആദർശമാണ്. നമുക്ക് ഇസ്സത്ത് നൽകുന്നത്, നമുക്ക് പ്രതാപം നൽകുന്നത്, നമുക്ക് ഔന്നിത്യം നൽകുന്നത് ഈ മഹിതമായ ആദർശമാണ്. കാരണം ഇത് സത്യത്തിന്റെ മഹിതമായ വെളിച്ചമാണ്, തെളിച്ചമാണ്, മാർഗമാണ്, വഴിമാർഗമാണ് എന്നുള്ളത് കൊണ്ട് അത് ജനഹൃദയങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ പ്രചരണ ഉദ്ഘാടനത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇതിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമെന്നോണം വിവിധങ്ങളായ ശാഖകളിൽ, മണ്ഡലങ്ങളിൽ, എറണാകുളത്തിന്റെ മുക്കിലും മൂലയിലും ഇതുപോലെ തൗഹീദിന്റെ, ഏകദൈവാരാധനയുടെ മഹിതമായ സന്ദേശത്തിന്റെ, മാനവികതയുടെ, മാനവ സഹോദര്യത്തിന്റെ മഹിതമായ ആശയ പ്രബോധന പ്രചാരണങ്ങളുമായി ഞങ്ങളുടെ പ്രവർത്തകർ കടന്നു വരുമ്പോൾ ഇരുകരങ്ങൾ നീട്ടി സ്വീകരിക്കാൻ, ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ ഈ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങൾക്കും ഉണ്ടാകണമേ എന്ന് ആവർത്തിക്കുകയാണ്. ലോകങ്ങളുടെ നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.
വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.